all, welcome to Go Learners. നമ്മൾ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 4 ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4 എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മൊഡ്യൂൾ 4ൽ എന്തൊക്കെയാണ് പഠിച്ചത്. നമ്മൾ ട്രീസിനെ പറ്റി പഠിച്ചു. ബൈനറി ട്രീ എന്താണ്, നമ്മുടെ രണ്ട് ബേസിക് ട്രീ, അതിന്റെ കുറച്ച് ടെർമിനോളജീസ് പഠിച്ചു. പിന്നെ നമ്മുടെ ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഒരു പാരന്റും അതിനനുസരിച്ച് രണ്ട് ചൈൽഡ് നോഡും ഉണ്ടാവും, അതിനും രണ്ട് ചൈൽഡ് നോഡ് എന്നുള്ള രീതിയിൽ വരുന്നതാണ് ബൈനറി ട്രീ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബൈനറി സെർച്ച് ട്രീ പഠിച്ചു. ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ നമ്മുടെ റൂട്ട് നോഡിനേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ, വലിയ വാല്യൂസ് ആയിരിക്കണം റൈറ്റ് സൈഡിൽ എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. അത് പഠിച്ചു. അതിന്റെ ഇൻസേർഷൻ, ഡിലീഷൻ, ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചു. പിന്നെ നമ്മൾ ട്രവേഴ്സൽസ് പഠിച്ചു, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇൻ ഓർഡർ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം ലെഫ്റ്റിലേക്ക് പോകും, പിന്നെ റൂട്ടിലേക്ക് വരും, പിന്നെ റൈറ്റിലേക്ക് പോകും. പ്രീ ഓർഡർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ നമ്മൾ റൂട്ടിലേക്ക് വരുള്ളൂ. പോസ്റ്റ് ഓർഡർ ആണെങ്കിലോ, പ്രീ ഓർഡർ ആണെങ്കിൽ നമ്മൾ ആദ്യം റൂട്ട് എഴുതും, പിന്നെ ലെഫ്റ്റ്, റൈറ്റ് ആയിരിക്കും. പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റേ റൂട്ടിലേക്ക് വരുള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഈ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രാഫ് പഠിക്കുന്നുണ്ട്, ഗ്രാഫിന്റെ കുറച്ച് ടെർമിനോളജി. പിന്നെ ബൈനറി ട്രീയിൽ തന്നെ കംപ്ലീറ്റ് ബൈനറി ട്രീ, ഫുള്ളി ബൈനറി ട്രീ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തിയറി പാർട്ടാണ്, എക്സാമ്പിൾ വെച്ചിട്ട് കാണിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗ്രാഫിന്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ അതുപോലെ അഡ്ജസന്റ് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡെപ്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ DFSഉം BFSഉം, ഡെപ്ത് ഫസ്റ്റ് സെർച്ചും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 4ൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ബൈനറി ട്രീയും ഫുൾ ബൈനറി ട്രീയും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രണ്ട് സൈഡിലും എന്തായാലും ഫുള്ളി ഫിൽഡ് ആയിരിക്കുന്ന ടൈപ്പാണ് ഫുള്ളി. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിൽ നമ്മൾ അടുത്ത ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ കംപ്ലീറ്റ് ബൈനറി ട്രീ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ എഴുതേണ്ട കേസാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കാം. ഇൻ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം ലെഫ്റ്റ്, പിന്നെ റൂട്ട്, പിന്നെ റൈറ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ എഫിനെ കൺസിഡർ ചെയ്യുക. എഫിന്റെ ലെഫ്റ്റിൽ എന്താണുള്ളത്? ബിന്റെ ലെഫ്റ്റിൽ എന്താണുള്ളത്? എ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എ എന്ന് എഴുതും. പിന്നെ നമ്മൾ എന്ത് എഴുതും? എന്റെ റൂട്ട് ബി, പിന്നെ അതിന്റെ റൈറ്റ് ഡി. പിന്നെ അതിന്റെ റൈറ്റ് ഡിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഡിന്റെ ലെഫ്റ്റില് എന്താണുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഡി പോവും. ഡിന്റെ ലെഫ്റ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുക, സി, പിന്നെ അതിന്റെ റൂട്ട് ഡി, പിന്നെ അതിന്റെ റൈറ്റ് ഇ. പിന്നെ നമ്മൾ എങ്ങോട്ട് വരും? നമ്മളിപ്പോ ഇതെല്ലാം വിസിറ്റ് ചെയ്തു. ഇനി നമുക്കുള്ളത് ലെഫ്റ്റ്, റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് കൺസിഡർ ചെയ്യുക? റൂട്ട് എന്ന് പറയുമ്പോൾ എഫ്. പിന്നെ ലെഫ്റ്റിലേക്ക് പോവും ജി, എഫിന്റെ ജിന്റെ റൈറ്റിലൊന്നുമില്ല, അപ്പൊ നമ്മൾ എഫ് ജി. പിന്നെ നമ്മുടെ റൈറ്റിലാണ് ഉള്ളത് ഐന്റെ ലെഫ്റ്റിലുണ്ട് എച്ച്, അപ്പൊ എച്ച് ഐ. ഈ ഒരു രീതിയിലാണ് ഇൻ ഓർഡർ വരിക. ഇനി പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൂട്ട്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, ആ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാ? ഫസ്റ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ എഫ് അല്ലേ, എഫ്, പിന്നെ അതിന്റെ ലെഫ്റ്റ് ബി എഴുതി കഴിഞ്ഞാൽ ബി ഒരു റൂട്ടാണ്, അതിന്റെ ലെഫ്റ്റ് എ. പിന്നെ റൈറ്റിലേക്ക് വരുമ്പോൾ ഡി അല്ലേ, റൈറ്റിലേക്ക് വരുമ്പോൾ ഡി ആണ്. പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ റൂട്ട് എടുക്കും, ഡിന്റെ ലെഫ്റ്റ് സി, റൈറ്റ് ഇ, ഇങ്ങനെ. പിന്നെ വീണ്ടും നമ്മളിവിടെ തിരിച്ച് എഫിലേക്ക് എത്തിയിരിക്കുമ്പോൾ നമ്മൾ ജി ആണ് അടുത്ത റൂട്ട്. ലെഫ്റ്റിലൊന്നുമില്ല, റൈറ്റിൽ എന്താണുള്ളത്?
ലെഫ്റ്റിലൊന്നുമില്ല, റൈറ്റിൽ ഐ ഉണ്ട്, പിന്നെ ഐ റൂട്ട് അതിന്റെ ലെഫ്റ്റിൽ ജെ. ഈ ഒരു രീതിയിലാണ് പ്രീ ഓർഡർ വരിക. ഇനി പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെഫ്റ്റും റൈറ്റും നോക്കിയതിന് ശേഷം റൂട്ട് നോക്കൂ. ഓക്കെ, അപ്പൊ നമ്മൾ എഫ് എന്നെടുത്തു. എഫിന്റെ ലെഫ്റ്റ് ബി, ബിന്റെ ലെഫ്റ്റ് എ, അപ്പോൾ എന്റെ റൈറ്റ് ഡി അല്ലേ. പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഈ രീതിയിൽ, അതായത് നമ്മൾ എഫ് എടുക്കും, എഫിന്റെ ലെഫ്റ്റ് എടുക്കും, ബിന്റെ ലെഫ്റ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് കിട്ടും. എ എന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് അതിന്റെ റൈറ്റിലേക്ക് വരും, റൂട്ട് എടുക്കാതെ. എന്നിട്ട് അതിന്റെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ സി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതിന്റെ അതിന്റെ റൈറ്റ് ഇ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ റൂട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ, ഡി. അപ്പോൾ അങ്ങനെ എ സി ഇ ഡി എന്ന് കിട്ടും. പിന്നെ നമ്മൾ ഒരു കേസിൽ നമ്മൾ ഡി കൊടുത്തു, പിന്നെ നമ്മൾ എൻ്റെയും ഡിൻ്റെയും റൂട്ട് എന്ന് പറയുന്ന ബി ആണ്, അത് അടുത്ത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എഫിന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ എഫ് നമ്മൾ എടുക്കില്ല, കാരണം റൂട്ട് ലാസ്റ്റേ എടുക്കുള്ളൂ. ജി എടുക്കും. അപ്പോൾ ജിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കും, റൈറ്റിലുണ്ട്. അപ്പോൾ റൈറ്റിന്റെ ലെഫ്റ്റ് നോക്കുമ്പോൾ ഇവിടെ എച്ച് ഉണ്ട്. അപ്പോൾ എച്ച് എന്ന് കൊടുക്കും. എന്നിട്ട് എച്ചിന്റെ ലെഫ്റ്റിലൊന്നുമില്ല, അപ്പോൾ അതിന്റെ റൂട്ട് എടുക്കും. അപ്പോൾ റൈറ്റിലൊന്നുമില്ല, അപ്പോൾ നമ്മൾ ഐ എടുക്കും, അതിന്റെ റൂട്ട്. പിന്നെ നമ്മൾ ജീൻ്റെ കേസ് എടുക്കുമ്പോൾ ജീൻ്റെ ലെഫ്റ്റിലില്ല, റൈറ്റ് നമ്മൾ എടുത്തു, പിന്നെ ആ റൂട്ട് എടുക്കും ജി, പിന്നെ നമ്മൾ എഫ് എടുക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ, അതായത് ആദ്യം ലെഫ്റ്റും റൈറ്റും പിന്നെ ലാസ്റ്റാണ് റൂട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും 3 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത് വരുന്നത്. നമ്മൾ പാർട്ട് ബിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം 14 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയറും നിങ്ങൾക്ക് അറിയുന്നതുമായിട്ടുള്ളത് ആൻസർ ചെയ്യുക മാർക്ക് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആൻഡ് ഡിസ്കസ് അൽഗോരിതം ടു ഇൻസേർട്ട് ആൻഡ് എലമെന്റ് ടു എ ബൈനറി സെർച്ച് ട്രീ, ഷോ ദ സ്ട്രക്ചർ ഓഫ് ബൈനറി സെർച്ച് ട്രീ ആഫ്റ്റർ ആഡിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഇൻ ദാറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബൈനറി സെർച്ച് ട്രീന്റെ അൽഗോരിതം ഇൻസേർട്ട് ചെയ്യാനുള്ളത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ക്വസ്റ്റ്യനും 7 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേസിൽ നിങ്ങൾ ഈ അൽഗോരിതം എഴുതാതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അൽഗോരിതം ആണ്. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം റൂട്ടിനോട് ഉണ്ടാവും, അതിൻ്റെ ചെറിയ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ആ റൂട്ടിനോടിനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും റൈറ്റ് സൈഡിൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു ബൈനറി സെർച്ച് ട്രീ ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് നമുക്ക് 2. ഓക്കെ, 5 എന്ന് പറയുമ്പോൾ 2നേക്കാളും വലുതാണ്, അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് കൊടുക്കും. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1ന് നമ്മൾ 2നേക്കാളും ചെറുതായതുകൊണ്ട് ലെഫ്റ്റിലേക്ക് കൊടുക്കും. പിന്നെ ഉള്ളത് നമുക്ക് 7 ആണ്. 7 നമ്മൾ 5നേക്കാളും വലുതായതുകൊണ്ട് നമ്മൾ 5ന്റെ എന്തിലേക്ക് കൊടുക്കും? റൈറ്റിലേക്ക് കൊടുക്കും. പിന്നെ നമുക്കുള്ളത് 10 ആണ്. 10 നമ്മൾ എവിടെ കൊടുക്കും? 10 നമ്മൾ 7നേക്കാളും വലുതായതുകൊണ്ട് 10 നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുക്കും. പിന്നെ നമുക്കുള്ളത് 9 ആണ്. 9 നമ്മൾ 10ന്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ 9 കൊടുക്കും. പിന്നെ നമുക്കുള്ളത് 11 ആണ്. 11 നമ്മൾ 10നേക്കാളും വലുതായതുകൊണ്ട് ഈ ഒരു സൈഡിൽ കൊടുക്കും. പിന്നെ നമുക്കുള്ളത് എന്താ? 6 ആണ്. 5നേക്കാളും ചെറുതായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ വെച്ച് ഈ ഹയസ്റ്റ് ആ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. കണ്ടോ, 2 നമ്മൾ കൊടുത്തു, 1 5 നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് അടുത്തതുള്ളത് 7 ആണ്. 7 5നേക്കാളും വലുതായതുകൊണ്ട് ഈ സൈഡിൽ കൊടുത്തു. പിന്നെ 10 7നേക്കാളും വലുതായതുകൊണ്ട് അതിൻ്റെ ആ സൈഡിൽ കൊടുത്തു. പിന്നെ 9 10നേക്കാളും ചെറുത്, 11 6. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഇൻസേർഷനും ഡിലീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിൽ കൊണ്ടുവന്ന് സ്വാപ്പ് ചെയ്തിട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അത് റെഫർ ചെയ്യാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് നോൺ റിക്കേഴ്സീവ് പ്രീ ഓർഡർ ട്രീ ട്രവേഴ്സൽ അൽഗോരിതം. നിങ്ങൾക്കറിയാം നമ്മൾ ഓരോ പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ എല്ലാം നമ്മൾ ഈ നോൺ റിക്കേഴ്സീവ് ആയാലും നമ്മളിങ്ങനെ അറയിലേക്ക് ഇട്ട് നമ്മൾ ഏതൊക്കെയാണെന്നുള്ള ബേസിലൊക്കെ സ്റ്റോർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് അതുപോലെ നിങ്ങൾ അതിൻ്റെ അൽഗോരിതം വിത്ത് എക്സാമ്പിൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അതിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് നമ്മൾ ബേസിക്കലി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം എക്സാമ്പിൾസും വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ,
പിന്നെ എക്സ്പ്ലെയിൻ വേരിയസ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാഫിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസൻറ്റ് ലിസ്റ്റ്, കംപ്ലീറ്റ് ഗ്രാഫ്, ബൈ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾ അഡ്ജസൻറ്റ് ആ ഒരു കാര്യങ്ങൾ കുറച്ചുണ്ട്. അഡ്ജസൻറ്റ് ഗ്രാഫ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്രാഫിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ ലൂപ്പ്, അങ്ങനത്തെ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ എഴുതി വയ്ക്കുക. ഇതിനും 7 മാർക്ക് വെച്ചിട്ടാണ് ഈച്ച് വരുന്നത്. ഈ 18th ക്വസ്റ്റ്യന് നമ്മൾ ഗ്രാഫിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്ത് സെറ്റ് വരയ്ക്കുന്നുണ്ട്. സെറ്റ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ അഡ്ജസൻസി, മെട്രിക്സ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതാണ് 2023 നമുക്ക് വരുന്നത്. എന്തായാലും DFS, BFS ഗ്രാഫ്, അതുപോലെ തന്നെ ട്രവേഴ്സൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ 2022 ഒന്ന് നോക്കാം. ഇനി നമ്മൾ 2022 ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബൈനറി സെർച്ച് ട്രീനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ, അതായത് ഒരു ഫിഗർ വെച്ചിട്ട് ബൈനറി സെർച്ച് ട്രീ, അതായത് നിങ്ങൾക്ക് അറിയാലോ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്താൽ മതി. നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഈ ഒരു കേസ് ചോദിച്ചിട്ടുള്ളത് അഡ്ജസൻസി മെട്രിക്സ് ആൻഡ് അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാലോ, മെട്രിക്സും ലിസ്റ്റും എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എങ്ങനെയാണ്, നമുക്ക് എത്ര വേർട്ടെക്സുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫോമിൽ. അപ്പോൾ V1 നമുക്കിവിടെ എണ്ണാം. 1, V1, V2, V3, V4, V5, V6, V7, 7 ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മെട്രിക്സുകൾ ഇങ്ങനെ എഴുതി. എന്നിട്ട് V1, അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ V1-ഉമായിട്ട് കണക്ഷൻ ഉള്ളതിനെല്ലാം നമ്മൾ 0 ഇട്ട് കൊടുക്കും. അപ്പോൾ V1-ന് V1-ഉമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഇല്ലാത്തതിന് 0-ഉം കണക്ഷൻ ഉള്ളതിന് 1-ഉം. പിന്നെ V1-ന് V2-ആയിട്ട് കണക്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ 1 കൊടുത്തു. V1-ന് V3 ആയിട്ട് കണക്ഷൻ ഉണ്ട്, അവിടെ 1 കൊടുത്തു. ബാക്കി ഒന്നുമായിട്ടും V1-ന് കണക്ഷൻ ഇല്ല, അപ്പോൾ അവിടേക്ക് 0 കൊടുത്തു. അതുപോലെ V1-ഉം V2-ഉം V3-ഉം V4-ഉം V5-ഉം V6-ഉം V7-ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അഡ്ജസൻസി മെട്രിക്സ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബാലൻസ് വരുന്നത്. അതായത് V2-ൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ V2-ന് V1-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, V4-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, V5-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് 3-ഉം നമ്മൾ 1 ആക്കി കൊടുക്കും. അതിന് ശേഷം കണ്ടോ V1, പിന്നെ V4, V5 ഇത് കൊടുക്കും. ബാക്കിയെല്ലാം 0 ആക്കും. അപ്പോൾ കണക്ഷൻ ഉള്ളതെല്ലാം 1 ആക്കി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി V3 എടുക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്ക്. V3 എടുക്കുമ്പോൾ V1-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, V4-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, V6-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്. കണ്ടോ, അത് മാത്രം കൊടുക്കുക, ബാക്കിയെല്ലാം 0. പിന്നെ ഇനി V4 എടുക്കുകയാണെങ്കിൽ V7 കണക്ഷൻ ഉണ്ട്, V2, V3 ആയിട്ട് കണക്ഷൻ ഉണ്ട്. V2, V3 ആയിട്ട് ഇവിടെ 1 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. V5 ആണെങ്കിലും നമ്മൾ V5-ന് V2 അതുപോലെ തന്നെ V7-ഉമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. V7-നാണെങ്കിൽ V4, V5, V6-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്. കണ്ടോ, അപ്പോൾ അതെല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. V6-നാണെങ്കിൽ V3, V7-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കണക്ഷൻ ഉള്ളത്, അതായത് അത് എഡ്ജ് ഫോം ചെയ്യുന്നതിനെ 1 ആയിട്ടും അത് ബാക്കിയുള്ള കണക്ഷൻ ഇല്ലാത്തതിനെ 0 ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി നമ്മളുടെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് അതിനെ അഡ്ജസൻസി ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും കൂടെ ചെയ്യാനുണ്ട്. ലിസ്റ്റ് നിങ്ങൾക്കറിയാലോ, നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളതിനെ, അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ V1 എന്ന് പറയുന്നത് V1 എന്ന് പറയുന്ന ഇതിൻ്റെ അഡ്രസ്സ് V2-ലേക്ക് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ V2 ആ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ്. മനസ്സിലായോ? അതായത് V1-ൽ നിന്ന് V2-ലേക്കും V3-ലേക്കും കണക്ഷൻ ഉണ്ടല്ലോ, അത് കാണിക്കുകയാണ് ലിസ്റ്റ് പോലെ. V2, V3. പിന്നെ V2-ൽ നിന്ന് നമുക്ക് V1, V3, V5-ലേക്ക് കണക്ഷൻ ഉണ്ട്, അതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് നമ്മൾ മെട്രിക്സ് പോലെ റെപ്രസെൻറ്റ് ചെയ്തു. മറ്റേത് ഈ കണക്ഷൻസ് മാത്രം എടുത്തിട്ട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ നള്ളായിരിക്കും. മറ്റേത് അടുത്തത് പോയിന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു അഡ്ജസൻസി മെട്രിക്സിൻ്റെ ബേസിസിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ V2-ൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ V1-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, പിന്നെ V4-ഉം V5-ഉമായിട്ട് കണക്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കും. പിന്നെ ഈ എൻഡിൽ നമ്മളിങ്ങനെ കൊടുക്കുന്നത് നള്ളാണ്, കാരണം അതിൽ നിന്ന് വേറെ എങ്ങോട്ടും കണക്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ നള്ള് കൊടുക്കും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അതറിയാം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇവിടെ
ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് ഇത് ചോദിക്കുന്നത്? 3 മാർക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ 1.5 മാർക്ക് വെച്ചിട്ടാണ് 2 കേസിലും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പാർട്ട് ബി ഒന്ന് നോക്കാം. പാർട്ട് ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് കണ്ടുപിടിക്കാനാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ 1 by 1 ആയിട്ട് ഒരു ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിന്റെ BFS സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാലോ, എന്നാലും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. BFS എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇവിടെ A വിസിറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് BFS നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ക്യൂവിൻ്റെ ഫോമിലാണ് BFS നമ്മൾ കാണിക്കുക. മറ്റേത് നമ്മൾ കാണിക്കുക BFS നമ്മൾ സ്റ്റാക്കിലാണ് കാണിക്കുക. അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ ക്യൂവിന്റെ കേസിലാണ് BFS കാണിക്കുക. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ക്യൂവിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുക? എനെ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പറയും? എനെ നമ്മൾ വിസിറ്റ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് എയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? ബിയും ഡിയും. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്യൂവിൽ അപ്ഡേറ്റ് ചെയ്യും. ക്യൂവിൽ നമ്മൾ NQ ചെയ്യും. NQ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തത് ബിയിലേക്ക് ചെല്ലും, ബീനെ വിസിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇതിന്ന് ബീനെ ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ ബീനെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഏതാ? സിയും ഇയും ബിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഞാനിവിടെ കൊടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എ കൺസിഡർ ചെയ്യും. എ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എനെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യും. ഏതൊക്കെയാണ് എയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ബിയും ഡിയും ഇയും. അതിനെ ക്യൂവിലേക്ക് ആഡ് ചെയ്തതാണ് ഈ കണ്ടത് അല്ലേ? പിന്നെ നമ്മൾ ക്യൂവിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്കുള്ളത് ബി ആണ്. ബി ഡി ഇ എന്നുള്ള രീതിയിലാണ് ആഡ് ചെയ്യുക. അതായത് ഇപ്പം നമ്മളൊരു ക്യൂ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം ബി ഡി ഇ നമ്മൾ ബി ആണ് പിന്നീട് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ക്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബി അടുത്തതായിട്ട് എടുക്കും. ബി എടുക്കുന്ന സമയത്ത് ബിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ നോക്കും. സി ഇ നമ്മൾ ഓൾറെഡി എഴുതി. പിന്നെ നമുക്ക് എ എഴുതാൻ പറ്റില്ലാത്തത് കൊണ്ട് എന്തെഴുതി? ഡി ഇ. പിന്നെ നമുക്ക് ഡിയും ഇയും ഉണ്ട്. പിന്നെ നമുക്ക് ബിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് സി ആണ്, അത് എഴുതി. അപ്പം നമ്മൾ ബി വിസിറ്റ് ചെയ്തു അല്ലേ? ബി നമ്മൾ വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റാക്കിൽ അടുത്തുള്ള എലമെന്റ് എന്ന് പറയുന്നത് ഡി ആണ് ഫസ്റ്റ്. അപ്പം നമ്മൾ ഡി എടുക്കും. ഡി എടുക്കുന്ന സമയത്ത് ഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഇയും എയുമാണ്. അപ്പോൾ ഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇനെ നമ്മൾ വിസിറ്റ് സ്റ്റാക്കിലുണ്ട്. എ നമ്മൾ ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പോൾ ഡിയുമായിട്ട് കണക്ട് ചെയ്ത് ഇ ഓൾറെഡി ഉണ്ട്, പിന്നെ വിസിറ്റഡ് ആണ്. പിന്നെ നമ്മൾ അടുത്തത് ഇയിലേക്ക് പോകും. ഇയിലേക്ക് പോകുന്ന സമയത്ത് എന്താ? സിയും ബിയും എയും. അപ്പോൾ നമ്മൾ എയും ബിയും ഡിയും നമ്മൾ വിസിറ്റ് ചെയ്തു, സിയും നമ്മൾ വിസിറ്റ് ചെയ്തു. സി വിസിറ്റ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഓർഡറിലാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിലുള്ളത് 1 by 1 ആയിട്ട് വിസിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പോൾ നമ്മൾ ആദ്യം എ വിസിറ്റ് ചെയ്തു, എയുമായിട്ട് കണക്ട് ചെയ്തതുള്ളതെല്ലാം ക്യൂവിൽ എഴുതി. പിന്നെ നമ്മൾ ബി വിസിറ്റ് ചെയ്യുമ്പോൾ സിയും ഇയും ഓൾറെഡി ഉണ്ട്, സ്റ്റാക്കിലുണ്ട് അല്ലേ? ബി വിസിറ്റ് ചെയ്യുമ്പോൾ സിയും ഇയും ഉണ്ട്. പിന്നെ നമ്മൾ ഡി വരാനുള്ള കാരണം നമ്മൾ എ ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഡി, അങ്ങനെ നമ്മൾ ഡി ഇവിടെ ഇടും. പിന്നെ നമ്മൾ ഡി എടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഡി ആണ് ചൂസ് ചെയ്യുന്നത്. ഡി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താ? ഡിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇ ആണുള്ളത്. എ ഓൾറെഡി വിസിറ്റഡ് ആണ്, ഇ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡി വിസിറ്റഡ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ എ ആദ്യം വിസിറ്റ് ചെയ്തു, ബി വിസിറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ഡി. പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് നമുക്ക് ഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് ബി, പിന്നെ സി ആണുള്ളത്. ഇതിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് സി വിസിറ്റ് ചെയ്തിട്ടില്ല, ടി ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ സീനെ വിസിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഉള്ളത് ഇ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് BFS വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ക്യൂവിൽ ഓരോന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഹൗ ടു റെപ്രസെൻറ്റ് എ
ബൈനറി ട്രീ യൂസിങ് അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെ ബൈനറി ട്രീനെ റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം നമ്മൾ ബൈനറി ട്രീന്റെ കേസിൽ പറഞ്ഞു റൂട്ട് നോഡ് നമ്മൾ i ഇൻഡെക്സിൽ എടുക്കും, ലെഫ്റ്റ് സൈഡിൽ 2i എന്നുള്ളതും റൈറ്റ് സൈഡിൽ 2i+1 എന്നുള്ള രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. അത് വെച്ചിട്ട് നമ്മൾ ഈ ബൈനറി ട്രീ വരയ്ക്കുക എന്നുള്ളതുള്ളൂ. മനസ്സിലായോ? റൂട്ട് നമ്മൾ ഇൻഡെക്സ് 1ലാണ്, ഇൻഡെക്സ് നമ്മൾ 1 ആക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ചൈൽഡ് 2iയും റൈറ്റ് ചൈൽഡ് 2i+1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ ട്രീ വരയ്ക്കും? അല്ല, അറേ റെപ്രസെൻറ്റേഷൻ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു അറേ വരയ്ക്കും. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് വാല്യൂ നമ്മൾ കൊടുക്കും 1 2 3 4 ഇങ്ങനെ കൊടുക്കും. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അവിടെ a ആയിരിക്കും ഉണ്ടാവുക, 2i എന്ന് പറയുമ്പോൾ 2 × 1, അപ്പോൾ b, പിന്നെ അടുത്തത് 3 × 1 3i. അപ്പോൾ 2i+1 എന്ന് പറയുമ്പോൾ 3, പിന്നെ 4ൽ d, പിന്നെ 5 6 7ൽ e. ഈ ഒരു രീതിയിൽ നമ്മൾ അറേ വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മൾ 2i ആ ഒരു രീതിയിൽ, അപ്പോൾ 1 2 3 4 5 6 e f g h നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് നമ്മൾ എങ്ങനെ ബൈനറി ട്രീ ആക്കിയിട്ട് വരയ്ക്കും? അപ്പോൾ 1i നമ്മൾ റൂട്ട് എടുത്തു, അപ്പോൾ 2i എന്ന് പറയുമ്പോൾ എന്താ 2 × 1, അപ്പോൾ 2ന്റെ ഇൻഡെക്സിലുള്ളത് ഏതാ? അപ്പോൾ a എടുത്തു, aന്റെ ഇൻഡെക്സ് i 1, അപ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2ന്റെ ഇൻഡെക്സിൽ എന്താ ഉള്ളത്? b, അപ്പോൾ b ഇവിടെ കൊടുക്കും. പിന്നെ 2i+1 എന്ന് പറയുമ്പോൾ 3ന്റെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ c അവിടെ കൊടുക്കും അല്ലേ. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ 2i ആണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ അടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ? 2 × 2 4ൽ എന്താ? d. പിന്നെ അടുത്തത് നമ്മൾ നോക്കും 2i+1 e. നമ്മൾ അറേ വരയ്ക്കും, പിന്നെ നമ്മൾ f g h അങ്ങനെ നമ്മൾ ഓരോ ഇൻഡെക്സ് വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ബേസിസിൽ വരയ്ക്കുന്നതാണിത്. സിമ്പിളാണ്, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അറേ റെപ്രസെൻറ്റേഷൻ പറഞ്ഞപ്പോൾ. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് അറേ a of 1 2 3 4 ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. 1a, അപ്പോൾ ഇത് i ആണ്, ഇത് 2i 2i+1 അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ബീൻ്റെ കേസ് എടുക്കുമ്പോൾ b എന്ന് പറയുമ്പോൾ 2 ആണ് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 × 2i ആണല്ലോ ഇവിടെ, 2 × 2, അപ്പോൾ 4 ഇൻഡെക്സിൽ ഏതാ? d, അതിവിടെ കൊടുക്കും. പിന്നെ 4+1 5, അതിൻ്റെ ഇൻഡെക്സ് ഇവിടെ കൊടുക്കും അല്ലേ, 4 5. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ? 3, അപ്പോൾ 2i എന്ന് പറയുമ്പോൾ 2 × 3 6, 6ലുള്ളത് f ഇവിടെ കൊടുക്കും. പിന്നെ f+1 7 6 7 ഇവിടെ കൊടുക്കും. പിന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 4 ആണ്, 4i, അപ്പോൾ 2i എന്ന് പറയുമ്പോൾ 2 × 4 8 ഇൻഡെക്സിൽ എന്താണുള്ളത്? h. അതിന് നമ്മൾ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ബൈനറി ട്രീ റെപ്രസെൻറ്റേഷനാണ്, സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 2022 പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, രണ്ടിനും നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് BFSന് 8 മാർക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് എത്രയാ? 6 മാർക്ക് 8 മാർക്കാണ് ഇത് മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ അറേ റെപ്രസെൻറ്റേഷന് നമുക്ക് 6 മാർക്കുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് ബിയിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പാർട്ട് ബി എടുക്കുമ്പോൾ നമുക്ക് ബൈനറി സെർച്ച് ട്രീ എന്താണെന്ന് നമ്മൾ പറയാം. വാട്ട് ഡു യു മീൻ ബൈ ബൈനറി സെർച്ച് ട്രീ? റൈറ്റ് ആൻ അൽഗോരിതം ടു റിമൂവ് ആൻ എലമെന്റ് ഫ്രം ബൈനറി സെർച്ച് ട്രീ, ഡെമോൺസ്ട്രേറ്റ് ഈച്ച് കേസ് വിത്ത് എക്സാമ്പിൾ. അതായത് നമ്മൾ ബൈനറി സെർച്ച് ട്രീൻ്റെ അൽഗോരിതം ഓരോ എലമെന്റ് റിമൂവ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ 1 by 1 ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ റൂട്ടാണ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത് റൂട്ടുമായിട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും വെച്ചിട്ട് നമ്മൾ പറയാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ബൈനറി ട്രീ ആൻഡ് ഫുള്ളി ബൈനറി ട്രീ. നിങ്ങൾക്കറിയാം ബൈനറി ട്രീ ഫുള്ളി എന്ന് പറയുന്ന കേസാണെങ്കിൽ 2 സൈഡും ഇങ്ങനെ ഉള്ളതാണ് ഫുള്ളി. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ വരും. ഇനി നമുക്ക് പുതിയൊരു ഇൻസേർഷൻ ഉണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക? ഏറ്റവും ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലാണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് ആ
കൺസെപ്റ്റ് എല്ലാം നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ, ഫുള്ളി ബൈനറി ട്രീ എന്നുള്ളതെല്ലാം. അപ്പോൾ അതാണ് ബേസിക്കലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പോർഷൻ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പോർഷൻ ആണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ. 14 മാർക്കാണ് വരുന്നത്. 10 മാർക്കാണ് 18ാമത്തെ എ പാർട്ടിന്, ബി പാർട്ടിന് 4 മാർക്കും. ആ ഒരു രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം കംപ്ലീറ്റ് ബൈനറി ട്രീ, ഫുൾ ബൈനറി ട്രീ ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് 2021 നോക്കുകയാണെങ്കിൽ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ, ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്, എന്നാലും നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. ഇത് നമ്മൾ ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 62 ആദ്യം റൂട്ടിൽ കൊടുക്കുക, അതിനേക്കാളും ചെറിയ പോർഷൻ ലെഫ്റ്റിൽ കൊടുത്തു, അതായത് 14. പിന്നെ 96 അതിൻ്റെ റൈറ്റിൽ കൊടുക്കും, വലിയ പോർഷൻ ആണല്ലോ. പിന്നെ 12 നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും. 12 നമ്മൾ 14ന്റെ ലെഫ്റ്റിൽ കൊടുക്കും. പിന്നെ നമുക്ക് 105 ഉണ്ട്, അത് 96നേക്കാളും വലുതായതുകൊണ്ട് ഇവിടെ കൊടുക്കും. പിന്നെ നമുക്ക് 3 ആണ് അടുത്തുള്ളത്. 3 എന്ന് പറയുമ്പോൾ 12നേക്കാളും ചെറുതാണ്. അപ്പോൾ 12ന്റെ ലെഫ്റ്റിലേക്ക് നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമുക്കുള്ളത് എന്താ, 75 ഉണ്ട്. 75നെ നമ്മൾ എന്ത് ചെയ്യും, 96ന്റെ ലെഫ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അടുത്തത് 22 നമ്മൾ 14ന്റെ റൈറ്റിലേക്ക് കൊടുക്കും, അതിനേക്കാളും വലുതായതുകൊണ്ട്. 87 നമ്മൾ 75ന്റെ റൈറ്റിലേക്ക് കൊടുക്കും. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് 32 ആണ്. 32 നമ്മൾ അവിടെ കൊടുക്കും, നമ്മൾ 22ന്റെ റൈറ്റിലേക്ക് കൊടുക്കും. പിന്നെ 20 വരുന്നുണ്ട്, അത് 22ന്റെ ലെഫ്റ്റിലേക്ക് കൊടുക്കും. പിന്നെ നമുക്ക് 13 വരുന്നുണ്ട്. 13 നമ്മൾ 12ന്റെ റൈറ്റിലേക്ക് കൊടുക്കും, 12നേക്കാളും വലുതാണല്ലോ. പിന്നെ അടുത്തത് 102 വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ 105ന്റെ റൈറ്റിലേക്ക് കൊടുക്കും. പിന്നെ 125 അത് 105ന്റെ റൈറ്റിലേക്ക് കൊടുക്കും, 102 ലെഫ്റ്റിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതൊരു ഫുള്ളി ബൈനറി ട്രീ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ. നോക്ക്, കണക്റ്റഡ് ആണ്, 2 എണ്ണം ഉണ്ട്, ഇതിന് 2 എണ്ണം ഉണ്ട്, 12ന് 2 എണ്ണം ഉണ്ട്, 22-നുണ്ട്, 75-ന് 105-ന് എല്ലാം 2 എണ്ണം ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഫുള്ളി ബൈനറി ട്രീ ആണെന്നുള്ളത് കൂടെ നമുക്കിവിടെ പറയാം. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് വിത്ത് എക്സാമ്പിൾ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് ഒരുപാട് കേസിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുക, അതായത് ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർട്ട് എയിൽ നമുക്ക് 3 മാർക്കിന് വരുന്ന പോർഷൻ. ഇനി നമ്മൾ പാർട്ട് ബി എടുക്കുന്ന സമയത്ത് we can find a depth. How we can find depth of a tree? Write an algorithm to find depth of a tree. നമ്മളൊരു ട്രീൻ്റെ ഡെപ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ലെവൽസ് ബേസ് ചെയ്തിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് നിങ്ങളൊരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഒരു അൽഗോരിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് അൽഗോരിതം ടു ഡിലീറ്റ് എ നോഡ് ഫ്രം ബൈനറി സെർച്ച് ട്രീ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്, ആ ഒരു ഡിലീഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് അതുപോലെ നിങ്ങൾ ചെയ്യാം, അൽഗോരിതം ഒരു ഫിഗറും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 6ഉം 8ഉം മാർക്കും ഇതാണ്. ഡെപ്ത് ഫൈൻഡ് ചെയ്യുന്നതിനും അൽഗോരിതം ഫൈൻഡ് ചെയ്യുന്നതിനും കൂടെ 6 മാർക്കും, പിന്നെ അൽഗോരിതം ടു ഡിലീറ്റ് ഇത് മൊത്തത്തിൽ 8 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് DFS ആൻഡ് BFSൻ്റെ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നിങ്ങൾ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ അൽഗോരിതം എന്നുള്ള ടേമിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ 1 by 1 ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താലും മതി. പിന്നെ ടേം കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് ആൻ എക്സാമ്പിൾ, അത് നിങ്ങൾക്കറിയാം. കംപ്ലീറ്റ് ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഗ്രാഫിൻ്റെ കേസ് പറയുന്ന സമയത്ത് അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇതെല്ലാം നമ്മൾ എടുത്ത സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് തിയറിയാണ്. തിയറി പാർട്ടും ഈ 4th മൊഡ്യൂളിലുണ്ട്. പക്ഷേ ബേസിക്കലി നമുക്കിവിടെ പഠിക്കാൻ നമുക്ക് DFS BFSൻ്റെ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ട്രവേഴ്സൽ, അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ എന്നുള്ള പോലത്തെ സിമ്പിൾ കാര്യങ്ങളുള്ളൂ ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മൊഡ്യൂളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. BFS DFS ബൈനറി സെർച്ച് ട്രീ, ഇതിൻ്റെ ഇൻസേർഷൻ ഡിലീഷൻ കാര്യങ്ങൾ, പിന്നെ ട്രവേഴ്സൽസ്, ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.